അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുഹൃത്തുക്കളെ, അള്ളാഹുവിൽ നിന്നും സാധാരണക്കാരായ ജനങ്ങളെ അകറ്റി ഔലിയാക്കളെന്നും മശായിഖന്മാരെന്നും വിളിക്കപ്പെടുന്ന ആളുകളിലേക്ക് ജനങ്ങളെ അടുപ്പിക്കുവാൻ വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന ആളുകളാണ് കേരളത്തിലെ ചില ഖുറാഫി പുരോഹിതന്മാർ. അതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന വിഭാഗമാണ് ഈ കുരുവട്ടൂരികൾ എന്ന് പറയപ്പെടുന്ന വൃത്തികെട്ട വിഭാഗം. അവരുടെ ഒരുപാട് പിഴച്ച വാദങ്ങൾ നമ്മൾ കഴിഞ്ഞ ഏതാനും വീഡിയോകളിൽ നമ്മൾ ചർച്ച ചെയ്തു. അവർ പറയുന്നത് ഈ മശായിഖന്മാരെന്ന് പറയുന്ന ആളുകൾ അവർ അള്ളാഹുവിൻ്റെ സ്ഥാനത്താണ്, അവർ അള്ളാഹുവിൻ്റെ പകരക്കാരാണ്, അള്ളാഹുവിനോട് ചോദിക്കുന്ന എന്ത് കാര്യവും അവരോട് ചോദിക്കാം, അള്ളാഹു അറിയുന്നത് പോലെ അവർ കാര്യങ്ങൾ അറിയും, അള്ളാഹു ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവർ ചെയ്യും, അവരാണ് ഈ പ്രപഞ്ചം നിയന്ത്രിക്കുന്നത്, അള്ളാഹു അല്ലാത്ത എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നത് അവരാണ്. മാത്രമല്ല അവർ റസൂലിന്റെ സ്ഥാനത്താണ്. ഈ മശായിഖന്മാരെന്ന് പറയപ്പെടുന്ന ആളുകളുടെ ഭാര്യമാർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുടെ സ്ഥാനത്താണ്, അഥവാ ഉമ്മഹാത്തുൽ മുഅ്മിനീന്റെ സ്ഥാനത്താണ് എന്നിത്യാദി പിഴച്ച അപകടകരമായ വാദങ്ങളാണ് അവർ പുലമ്പിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 2-3 വർഷമായി ഇവന്മാർ ഏറ്റവും അധികം ഊർജവും സമ്പത്തും സമയവും ചെലവഴിക്കുന്നത് കോഴിക്കോട് മടവൂരിലുള്ള CM അബൂബക്കർ മുസ്ലിയാർ എന്ന വ്യക്തിയെ അള്ളാഹുവിന്റെ സ്ഥാനത്തേക്ക് ഉയർത്താനും അള്ളാഹു ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് മടവൂരാണ് എന്ന് സ്ഥാപിക്കാനും, ആ മടവൂര് മശായിഖന്മാരുടെ മശായിഖാണ്, മുദബ്ബിറുൽ ആലമാണ്, കുതുബുൽ ആലമാണ്, മാത്രമല്ല അതിന്റെ ഒക്കെ മുകളിലാണ് എന്ന് സ്ഥാപിക്കാനാണ് ഇവന്മാർ ഊർജം ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത്. ആരായിരുന്നു ഈ CM മടവൂർ? അയാളൊരു തികഞ്ഞ മാനസിക രോഗിയായിരുന്നു. അയാളൊരു മുസ്ലിയാരായിരുന്നു. അങ്ങനെ വെല്ലൂർ ബാക്കിയാത്തിൽ നിന്നും ബാക്ക വിപരീതമെടുത്ത് നാട്ടിൽ ദർസ് നടത്തിയിരുന്ന ഒരു സാധാരണ ഒരു കേവല മുസ്ലിയാർ മാത്രമായിരുന്നു അയാള്. പിന്നീട് അയാൾക്ക് മാനസികമായ തകരാറ് സംഭവിച്ച് അയാളുടെ ജീവിത രീതിയും അയാളുടെ നടപ്പും വസ്ത്രധാരണവും സംസ്കാരവും എല്ലാം മാറി. ആ CM മടവൂരിനെ കുറിച്ച് ഇവന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അയാളാണ് ലോകം നിയന്ത്രിക്കുന്നത്, അയാളാണ് അർശ് നിയന്ത്രിക്കുന്നത്, അയാളാണ് കുർസിയെ നിയന്ത്രിക്കുന്നത്, സ്വർഗവും നരകവും എല്ലാം അള്ളാഹു അല്ലാത്ത എന്തെല്ലാം ചരാചരങ്ങളുണ്ടോ എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നത് ഈ CM മടവൂരാണ് എന്ന് ഏറ്റവും അധികം ശക്തമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ കുരുവട്ടൂരുകൾ എന്ന പിഴച്ച വിഭാഗമാണ്. സത്യത്തിൽ ആരായിരുന്നു ഈ CM മടവൂർ? നമ്മൾ പല പ്രാവശ്യം ചർച്ച ചെയ്ത വിഷയമാണത്. ഇവർ പറയുന്ന ഈ മശായിഖന്മാർ, അള്ളാഹുവിന്റെ സ്ഥാനത്തുള്ള റസൂലിന്റെ സ്ഥാനത്തുള്ള ഈ മശായിഖന്മാരിൽ ഉന്നതനായ മടവൂർ ആരായിരുന്നു? അയാളൊരു ഷെയ്ഖുമായിരുന്നില്ല, വലിയുമായിരുന്നില്ല എന്ന് മാത്രമല്ല ഒരു സാധാരണ മുസ്ലിമിന്റെ ക്വാളിറ്റി പോലും ആ വ്യക്തിക്കുണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല സ്വന്തം മാതാവ് നൊന്തു പ്രസവിച്ച മാതാവ് സലാം പറഞ്ഞിട്ട് വർഷങ്ങളോളം സലാം മടക്കാതിരുന്ന ആളായിരുന്നു ഈ മടവൂര്. അത് അവർ തന്നെ പറയട്ടെ. CM വലിയുള്ളാഹി തങ്ങൾ 3 വർഷം ഇരിക്കാനങ്ങ് തീരുമാനിച്ചു. പക്ഷേ 3 വർഷം ഒരാളോടും മിണ്ടരുത്, കുഞ്ഞവിയായ സംസാരം സംസാരിക്കരുത്. അങ്ങനെ ഒരു റൂമിലങ്ങ് ഇരിക്കുമ്പോ ഭക്ഷണം കഴിക്കാതെ രാത്രി സമയത്ത് ഒരു ഗ്ലാസ് ചൂടുള്ള പാല് കുടിക്കും, രാവിലെ ഒരു ഗ്ലാസ് ചൂടുള്ള ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും. ഇങ്ങനെ ഒരു കൊല്ലമങ്ങ് ദിക്റ് ചൊല്ലിയപ്പോ ഉമ്മ വന്നിട്ട് മകനോട് സലാം പറഞ്ഞു, അബൂബക്കറേ ഞാൻ നിന്റെ ഉമ്മയല്ലേ? പക്ഷേ മഹാനായ ഈ CM വലിയുള്ളാഹി തങ്ങൾ ഉമ്മയോട് ഒരു 2 വാക്ക് പറഞ്ഞാൽ ആ ദിക്റിന്റെ ചടങ്ങ് മുറിഞ്ഞു പോകും. അതുകൊണ്ട് ഉമ്മയോട് ഒന്നും പ്രതികരിക്കാതെ ഉമ്മ വിഷമിച്ച് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് CM വലിയുള്ളാഹി ബഹുമാനിക്കുന്ന വലിയൊരു പണ്ഡിതനുണ്ട്. ആ പണ്ഡിതനോട് പോയിട്ട് ഉമ്മ പരാതി പറഞ്ഞു, എന്റെ മകൻ എന്നോട് മിണ്ടുന്നില്ല. അപ്പോൾ ആ ഉമ്മ ഈ ഉസ്താദിനെയും കൂട്ടി സ്വന്തം മകന്റെ അടുത്ത് വന്നിട്ട് ഈ ഉസ്താദ് അബൂബക്കറാകുന്ന CMനോട് പറഞ്ഞു, അബൂബക്കറേ നിങ്ങൾ പഠിച്ചിട്ടില്ലേ, സുന്നത്ത് നിസ്കാരത്തിലാണെങ്കിൽ നിങ്ങളെ ഉമ്മ വിളിച്ചാൽ ഉത്തരം ചെയ്യാം, നിങ്ങളെന്താണ് ദിക്റിന്റെ സമയത്ത് ഉമ്മാക്ക് വിളിക്ക് ഉത്തരം ചെയ്യാത്തത്? ആ സമയത്ത് ഈ ഉസ്താദ് പറഞ്ഞു എന്നതിന്റെ പേരിൽ അതാ ഉമ്മാന്റെ സലാം അടക്കി 2-3 വാക്ക് പറഞ്ഞിട്ട് പറഞ്ഞു, ഉമ്മ ഞാൻ 1 കൊല്ലം എടുത്ത പണി ബാത്തിലായി പോയി, ഇനി ഇതിന്റെ ബാക്കി വീണ്ടും ഞാൻ വീണ്ടെടുക്കേണ്ടതുണ്ട്. അങ്ങനെ 5 കൊല്ലത്തോളം മഹാനവറുകൾ റിയാദ് ഇരുന്നിട്ട് ശരീരത്തെ പാകപ്പെടുത്തി. സുഹൃത്തുക്കളെ കേട്ടല്ലോ, ഇതാണ് ഇവർ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന മശായിഖന്മാർ. സ്വന്തം ഉമ്മ സലാം പറഞ്ഞിട്ട് മടക്കിയില്ലാന്ന്. ഏത് ദീനാണോ നിങ്ങൾ ഈ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്? സുന്നത്ത് നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ സ്വന്തം ഉമ്മ വിളിച്ചു കഴിഞ്ഞാൽ നിസ്കാരം മുറിച്ചിട്ട് ഉമ്മാനോട് മറുപടി പറയണമെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. ഇവരെ മശായിഖന്മാരോ സ്വന്തം ഉമ്മ സലാം പറഞ്ഞിട്ട് 3 കൊല്ലം ഉമ്മാനോട് സലാം മടക്കിയില്ലാന്ന്. എത്ര വേദന ഉണ്ടാവും ആ തള്ളന്റെ മനസ്സിൽ. നൊന്തുപറ്റ മകൻ, ദീന് പഠിപ്പിച്ച മകൻ, ആ മകനോട് സലാം പറഞ്ഞിട്ട് 3 വർഷക്കാലത്തിന് മടക്കില്ല എന്ന് പറഞ്ഞ് എന്തായിരിക്കും ആ തള്ളന്റെ വേദന, പെറ്റ വയറിന്റെ വേദന. എന്നിട്ട് അന്നത്തെ വലിയ പണ്ഡിതനായ EK ഹസൻ മുസ്ലിയാർ ഇത് ചൂണ്ടിക്കാണിച്ചപ്പോൾ ഇയാൾ 3 കൊല്ലത്തിന് ശേഷം വലൈക്കും അസ്സലാം എന്ന് പറഞ്ഞു ഉമ്മാനോട്.
അതിന്റെ പേരിൽ ഇയാൾ അനുഷ്ഠിച്ചു കൊണ്ടിരുന്ന റിയാല തപസ്, ഈ ഹൈന്ദവ സന്യാസിമാരൊക്കെ അനുഷ്ഠിക്കുന്ന തപസ് ഉണ്ടല്ലോ, ഒറ്റക്കാലിൽ തപസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ മാതിരി എന്ന് പറഞ്ഞ മാതിരിയുള്ള സംഗതിയാണ് റിയാല. ഇസ്ലാമിലില്ലാത്ത സംഗതിയാണത്. ആ റിയാല മുറിഞ്ഞുപോയി. ഇയാൾ ചെയ്ത 3 കൊല്ലായിട്ട് ഇയാൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഇബാദത്ത് ബാത്തിലായി. ഉമ്മാനോട് സലാം പറഞ്ഞതിന്റെ പേരിലേ, സലാം അടക്കിന്റെ പേരിലേ. ഇതാണ് ഇവരെ മശായിഖന്മാരുടെ കോലം. ഈ മടവൂരാണ് ശൈഖുൽ മശായിഖ്, മശായിഖന്മാരുടെ ഷെയ്ഖ്, മുറബ്ബിയായ ഷെയ്ഖ്, എല്ലാവരും തർബിയത്ത് ചെയ്യാൻ കഴിവുള്ള യോഗ്യതയുള്ള ഷെയ്ഖ്. എന്നാൽ ഇയാളൊരു മുറബ്ബിയായ ഷെയ്ഖാണോ? ആരാണ് സി എം മടവൂര്? ഇവരുടെ ഏറ്റവും വലിയ പണ്ഡിതനായ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ തന്നെ പറയട്ടെ. ഇവിടെ ഒരു ചോദ്യമായി ഉന്നയിക്കാറുള്ളത് മടവൂർ താടി പഠിച്ചിട്ടുണ്ടല്ലോ എന്നാ. മടവൂർ മുറബ്ബിയ ഷെയ്ഖാന്ന് ആരെ പറഞ്ഞു? മടവൂർ തന്നെ ഞാൻ ഷെയ്ഖാണെന്ന് ആരെങ്കിലും പരിചയപ്പെടുത്തിയിട്ടുണ്ടോ? മടവൂർ കുറെ ആളുകൾക്ക് ഇവിടെ തെർബിയത്ത് കൊടുക്കാന്ന് പറഞ്ഞ തെരീക്കത്ത് കൊടുക്കാന്ന് കൊടുത്തിട്ടുണ്ടോ? അതുകൊണ്ട് തന്നെ മടവൂർ തെരീക്കത്ത് പറഞ്ഞ തെരീക്കത്ത് പെടുണ്ടോ? അതൊന്നുമില്ല. ഒരു വ്യക്തി, ആ വ്യക്തിയുടെ ജീവിതത്തിൽ അയാൾ താടി പഠിക്കുന്നത് മടവൂർ മാത്രമല്ല, പെടുന്ന ലോകത്ത് ഒരുപാട് ആൾക്കാരുണ്ട്. അദ്ദേഹം മുറബ്ബിയായ ഷെയ്ഖാണെന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് മുറബ്ബിയായ ഷെയ്ഖാണെന്ന് പറയുന്നുമില്ല. ഇത് മാത്രല്ല സഹോദരങ്ങളെ, ഈ പ്രസംഗത്തിൽ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഇത്ര പറയുന്നുണ്ട്, മടവൂരിനെ സാക്ഷിക്ക് പോലും പറ്റൂല. കാരണം താടി പഠിക്കൽ ഹറാമാണ്. അതങ്ങനെ ഒരു മുറബ്ബിയായ ഷെയ്ഖിന് പറ്റുമോ? മടവൂര് പോലും പറഞ്ഞിട്ടില്ല ഞാൻ മുറബ്ബിയായ ഷെയ്ഖാണ്, നമ്മൾ അദ്ദേഹത്തെ മുറബ്ബിയായ ഷെയ്ഖായി അംഗീകരിക്കുന്നില്ല. ഇത് പറഞ്ഞതിന്റെ പേരിൽ ഈ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ വഹാബിയായി എന്നാണ് ഇപ്പൊ കുരുവട്ടൂരികളെ വാദം. സുഹൃത്തുക്കളെ, ഇതൊരു മാനസിക രോഗിയായ ഒരു മനുഷ്യനായിരുന്നു. അയാൾ തല തിരിഞ്ഞതിന് ശേഷം അള്ളാഹു കൽപ്പിച്ച പല കാര്യങ്ങളും അയാൾ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, അള്ളാഹു വിരോധിച്ച പല കാര്യങ്ങളും ചെയ്തിരുന്നു. നിസ്കരിക്കാൻ പറഞ്ഞാൽ നിസ്കരിക്കൂല. നിസ്കാരത്തിന്റെ സമയത്ത് ഇയാൾക്ക് പണി വേറെ ആയിരിക്കും. കേട്ടോളി. ബത്തേരി ഭാഗത്ത് കൂടി പോകുമ്പോൾ റോബിചാലിന്റെ മുകളിൽ സിസർ വലിക്കുന്നു. അടുത്തൊരു പള്ളിയുണ്ട്, അവിടെ ബാക്കവിയാണ് ദർശനം നടത്തുന്നത്. ജമാഅത്തിന്റെ ടൈമായപ്പോൾ ബാക്കവി കുട്ടികളെ പറഞ്ഞു വെച്ചു, അവൻ ദർശനം എടുത്തണ്ട, പഠിച്ചു വരട്ടെ എന്ന് പറഞ്ഞു. അവൻ പഠിച്ചു വരട്ടെ. ബാക്കവി പിന്നീട് ദർശന് വേണ്ടിയിരുന്നപ്പോൾ ചൊല്ലിക്കൊടുക്കാൻ കഴിയുന്നില്ല, ഒന്നും അറിയുന്നില്ല. തിരിച്ച് ബാക്കിയാത്തിൽ പോയി വീണ്ടും പഠിച്ചു. ഷെയ്ഖിനായുടെ അടുത്ത് വന്ന് മാപ്പ് പറഞ്ഞു. പൊരുത്തം വാങ്ങിയിട്ടാണ് രണ്ടാമത് ദർശനം തുടങ്ങുന്നത്. വയനാട് ബത്തേരി ഭാഗത്തൂടെ മടവൂർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ ഒരു പള്ളിന്റെ ഭാഗത്തെത്തിയപ്പോ അവിടെ പള്ളിയിൽ ജമാഅത്ത് നടക്കുന്നുണ്ട്. ആ ജമാഅത്ത് നടക്കുന്ന സമയത്ത് ഇയാൾ ഔലിയല്ലേ, നിസ്കരിക്കാൻ പാടില്ലല്ലോ. അപ്പൊ പള്ളി കയറി നിസ്കരിക്കല്ലേ ഇയാൾ ചെയ്യണത്. ആ പള്ളിന്റെ അടുത്തുള്ള ഒരു ഓവുചാലിന്റെ മുകളിൽ ഇങ്ങനെ കയറി നിന്ന് കാല് തൂക്കിട്ടിരുന്ന സിഗരറ്റ് വലിക്കുകയാണ് ഇയാള്. അപ്പൊ പള്ളിയിലെ ഇമാമായ ബാക്കവി ശിഷ്യന്മാരെ വിട്ടിട്ട് ഇയാളെ വിളിച്ചുകൊണ്ടിരാൻ പറഞ്ഞു നിസ്കാരത്തിന് വേണ്ടിയിട്ട്. കാരണം പള്ളി തൊട്ടടുത്ത പള്ളിയിൽ ജമാഅത്ത് നടക്കുമ്പോൾ ഇയാൾ ഇങ്ങനെ വലിയ ഔലിയല്ലേ, ശൈഖുൽ മശായിഖ് അല്ലേ, മുദബ്ബിറുൽ ആലമല്ലേ. അത് പറഞ്ഞതിന്റെ പേര് ഇയാള് അവനാരാ എന്നെ വിളിക്കാന്? അവന് പോയി പഠിച്ചിട്ട് വരാൻ പറയാൻ. എന്ത് പഠിക്കണം? ഔലിയാക്കൾക്ക് നിസ്കാരമില്ല എന്ന് പഠിക്കണം, ഔലിയാക്കൾക്ക് നോമ്പില്ല എന്ന് പഠിക്കണം, ഔലിയ നിസ്കരിക്കാതിരുന്നാൽ ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് പഠിക്കണം, ഔലിയ പള്ളിന്റെ മുമ്പിൽ നിന്ന് തല കുത്തി മറിഞ്ഞാലും പള്ളിയൊക്കെ വിളിക്കാൻ പാടില്ല എന്ന് പഠിക്കണം. ഇതൊന്നും ബാക്കി പഠിച്ചിട്ടില്ലല്ലോ. വലിയൊരു ബാക്കിയാത്ര ഇതൊന്നും പഠിപ്പിച്ചിട്ടുണ്ടാവുമല്ലോ. പോയി പഠിച്ചു വാന്ന് പറഞ്ഞു. അതിന്റെ പേരിൽ ബാക്കവിക്കുണ്ടായ ദുരന്താണ് ഈ പറയണത്. എന്നിട്ട് പിന്നെ അയാള് എല്ലാം മറന്നുപോയി, പഠിച്ചതൊക്കെ മറന്നുപോയി. വീണ്ടും വലിയൊരു ബാക്കിയായിട്ട് പോയി ബാക്കവി ബിരുദെടുത്ത് മടവൂരിന്റെ അടുത്ത് നിന്ന് മാപ്പ് പറഞ്ഞിട്ടാണ് പിന്നെ അയാള് ആ കൃത്യമായ റൂട്ടിലേക്ക് എത്തിയതെന്നായി പറയണത്. എന്തിന്റെ പേരില്? പള്ളിയിൽ ജമാഅത്ത് നടക്കുമ്പോൾ നിസ്കരിക്കാൻ വിളിച്ചതിന്റെ പേരില്. അല്ലാതെ മടവൂരെ വാ, നമ്മളാ പോയമ്പക്കത്ത് ഇരുന്നിട്ടോ ആ തെങ്ങുംതോപ്പിൽ ഇരുന്നിട്ടോ 2 പെഗടിക്കാന്ന് പറഞ്ഞതിന്റെ പേരിലല്ല ഇപ്പത്, നിസ്കരിക്കാൻ വിളിച്ചതിന്റെ പേരില്. ഇതാണ് പോലെ ഷെയ്ഖ്, ഇതാണ് ഷെയ്ഖുൽ മശായിഖ്. സുഹൃത്തുക്കളെ, ഈ മടവൂരിന്റെ പേരിൽ പോലും പ്രചരിപ്പിക്കാത്ത കഥകളില്ല. വായിൽ തോന്നിയത് കോതക്ക് പാട്ട്. തലയെക്കെട്ടിട്ട് ഒരു ഖുറാഫി മുസ്ലിയാരെ മുമ്പിൽ മൈക്കാണ് കെട്ടിക്കഴിഞ്ഞാൽ അവന്റെ വായിൽ എന്താണോ തോന്നുന്നത്, അവന്റെ തലച്ചോറിൽ എന്താണോ ഇബ്ലീസ് ഇൽഹാം ഇട്ടുകൊടുക്കുന്നത്, അതൊക്കെ മടവൂരിന്റെ പേരിൽ കറാമത്തായിട്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. മത്സരിക്കുകയാണ്. മടവൂരിന്റെ പേരിൽ മായാവി കഥകൾ പറയാൻ വേണ്ടി ഖുറാഫി മുസ്ലിയാക്കന്മാർ മത്സരിക്കുകയാണ്. ആരാണ് ഏറ്റവും കൂടുതൽ കളവ് പറയണോ, ആരാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ വെടി പൊട്ടിക്കണു എന്നുള്ള അപ്പൊ വേണ്ടി തർക്കം. മനസ്സിലായോ? അങ്ങോട്ട് പറന്നെ. മടവൂരിന് മനുഷ്യന്മാരെ ഭാഷ മാത്രമല്ല, അത് മനുഷ്യന്മാരെ ഭാഷയിൽ ലോകത്തുള്ള സകല ഭാഷകളും അറിയാം. അതാണ് ഒരു വാദം. എന്ന് മാത്രമല്ല, ലോകത്തുള്ള പ്രപഞ്ചത്തിലുള്ള സകല ജീവികളുടെ ഭാഷയും അറിയാം, എല്ലാ മൃഗങ്ങളുടെ ഭാഷയും അറിയാം. മടവൂരിനോട് മൃഗങ്ങളെന്ന് പരാതി പറയാറുണ്ട്. കേട്ടോളി, ഒരു കറാമത്ത് കേട്ടോളി. വയനാട് മൈസൂർ ഭാഗത്തിലൂടെ ഷെയ്ഖുന പോകുമ്പം മാന് വന്നല്ലോ ഷെയ്ഖുനാന്റെ കാറിന്റെ അടുത്തേക്ക്. മാന് പരാതി പറഞ്ഞു. ഷെയ്ഖുന പറഞ്ഞു, അവരെന്നോട് പരാതി പറയുകയാണ്, 3 ദിവസത്തിനകം ഇവിടത്തെ പ്രത്യേകമായിട്ടുള്ള ജീവി സംരക്ഷണ വകുപ്പിന്റെ നിയമം, മാനുകളെ വേട്ടയാടിയ വലിയ ശിക്ഷ, എല്ലാത്തിനും പരിഹാരം.
മടവൂരിന്റെ കാറ് മൈസൂർ കാട്ടിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മൈസൂർ കാട്ടിൽ നിന്നും ഒരു മാന് വന്ന് മടവൂരിന്റെ കാറിന്റെ അടുത്ത് വന്നിട്ട് പരാതി പറഞ്ഞു. മടവൂര് ഷെയ്ഖേ, ഞങ്ങളിതാ ആളുകൾ ഞങ്ങളെ വേട്ടയാടി പിടിച്ചുകൊണ്ടിരിക്കുന്നു, ഞങ്ങളുടെ വംശം നശിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇതിനൊരു പരിഹാരം നിങ്ങൾ ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞിട്ട് മാൻ ഇങ്ങനെ കണ്ടമിടറി മൂക്ക് പിഴിഞ്ഞിങ്ങനെ മടവൂരിനോട് ഇങ്ങനെ പരാതി പറഞ്ഞു. മടവൂര് ആയിക്കോട്ടെ, ഞാൻ ശരിയാക്കി തരാം എന്ന് പറഞ്ഞു മാനുകളെ കാട്ടിലേക്ക് തിരിച്ചയച്ചു. പിറ്റത്തെ ആഴ്ച കേന്ദ്ര സർക്കാർ പുതിയ നിയമം കൊണ്ടുവരുന്നു, മാനുകളെ വേട്ടയാടി പിടിക്കാൻ പാടില്ല. ഷെയ്ഖുനാന്റെ കറാമത്ത് എങ്ങനെയുണ്ട്? ഇതേ മടവൂര് വേറൊരു ചങ്ങായിന്റെ വീട്ടിൽ പോയപ്പോൾ അയാൾ കഞ്ഞി വിളമ്പി കൊടുത്തപ്പോ എനിക്ക് മാനർച്ചില്ലാതെ ഞാൻ കഞ്ഞി കുടിച്ചൂല എന്ന് പറഞ്ഞ് വാശി പിടിച്ചൊരു കഥ വേറുണ്ട്. അങ്ങനെ താമരശ്ശേരിയിൽ നിന്നും ഒരു കൂട്ടം ആളുകൾ കാണാനെത്തി. അവരുടെ കയ്യിൽ മാനിറച്ചി ഉണ്ടായിരുന്നു. ആ മാനിറച്ചി പൊരിച്ചിട്ടാണ് പിന്നെ മടവൂര് കഞ്ഞി കുടിച്ചതെന്ന് ഇതേ മടവൂരിനെ കുറിച്ച് പോലെ വേറെ സ്ഥലത്ത് കറാമത്ത് പറയുന്നുണ്ട്. ഇതാണ് പോലെ കറാമത്ത്. ഒരു മൊല്ല ഓനെ തൊള്ളി തോന്നിയെന്നാണ് പറയും, വേറെ മൊല്ല വേറൊരുത്ത് ഓനെ തൊള്ളി തോന്നിയെന്നാണ് പറയും. അങ്ങനെ പറയുന്നേ സുഹൃത്തുക്കളെ. ഇനി ഈ മാന് വന്നിട്ട് മടവൂരിന്റെ കാറിന്റെ അടുത്തൊന്ന് പരാതി പറഞ്ഞല്ലോ, എന്തായിരിക്കും ഇത് സംഭവം? ഇത് സാധാരണഗതിയിൽ ഈ ഫോറസ്റ്റിന്റെ നടുവിലുള്ള റോട്ടിലൂടെ ഒക്കെ നമ്മൾ വണ്ടിയായിട്ട് പോകുമ്പോൾ എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യമാണ്. ചില മാനുകൾ, ചില മൃഗങ്ങൾ, കുരങ്ങന്മാരൊക്കെ കൂട്ടം കൂടി വരും, ഒറ്റക്കൊറ്റക്ക് വരും, നമ്മളെ കാറിനോട് തൊട്ടിരുമ്പ് നിൽക്കും. പല രീതിയിലും സംഭവിക്കലുണ്ട്. ഇതൊക്കെ മടവൂരിന്റെ കറാമത്താണല്ലോ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് മടവൂരിനെ മാത്രമല്ല, കണ്ടമാന ഔലിയാക്കൾ, ഒരു റോട്ടിൽ ഫുള്ള് ഔലിയാക്കൾ ഞാൻ കാണിച്ചു തരാം. ഇതൊന്ന് കണ്ടു നോക്കി. ഔലിയാക്കളെ ഘോഷയാത്ര. കണ്ടില്ലേ സഹോദരങ്ങളെ, ഒരു മാന് റോട്ടിൽ പോകുന്ന എല്ലാ വണ്ടിക്കാരും അടുത്ത് പോയിട്ട് മാൻ എന്തൊക്കെയോ ശ്രദ്ധയാകർഷിക്കുകയാണ്. ഒരു മിലിറ്ററിക്കാരൻ്റെ അടുത്ത് ഒട്ടിരുമി നിൽക്കുന്നു. പിന്നെ ഒരു ബസ്സിന്റെ വാതിലിന്റെ അവിടെ വന്നിട്ട് മാന് ആ ബസ്സിലുള്ള യാത്രക്കാരുടെ ശ്രദ്ധയാകർഷിക്കാൻ വേണ്ടി മാന് അതിൻ്റെ ആ രീതിയിൽ അവിടെ നിൽക്കുന്നു. ആ റോട്ടിലൂടെ പോകുന്ന എല്ലാ യാത്രക്കാരുടെ അടുത്ത് മാന് പോകുന്നുണ്ട്. അവരൊക്കെ ഔലിയാക്കളാ തന്നെ. ഇവരോടൊക്കെ മാൻ പോയി പരാതി അറിയാം. ഇത് പലപ്പോഴും സംഭവിക്കുന്ന കാര്യമാണ്. മാനല്ല, ചിലപ്പോൾ പൂച്ചകളായാലും പട്ടികളായാലും ഒരു പക്ഷെ നമ്മളുടെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയിട്ടോ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അറ്റിങ്ങൾക്ക് വിഷം കിട്ടോ, വെള്ളം കിട്ടാനോ, അല്ലെങ്കിൽ അറ്റിങ്ങളെ കുട്ടികൾ എന്തെങ്കിലും വല്ല അപകടത്തിൽ പെട്ടിട്ടോ എന്തെങ്കിലും ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ചില മൃഗങ്ങൾ ഇങ്ങനെ കാണിക്കും. ഈ റോഡ് നടക്കണൊക്കെ ആ മിലിറ്ററിക്കാരനാരാ, കുത്തുബുൽ ആലമോ തന്നെ. ആ ബസ്സിലുള്ള ആൾക്കാരൊക്കെ എന്താ ഔലിയാക്കളെ മീറ്റിങ്ങിന് പോവുക, സൂറ കൂടാൻ പോവുക തന്നെ. ആ ബൈക്കുമോ പോയ ആൾക്കാരാരാ, അത് ഔലിയാക്കളാ, അത് മുദബ്ബിറുൽ ആലമാ. പിന്നെ മറ്റേ വണ്ടിയോ പോകുന്ന ആൾക്കാരാ, കുത്തുബുൽ അക്താബോ. ഇതൊക്കെ ഔലിയാക്കളാ. ഇവരോടൊക്കെ മാൻ പോയിട്ട് ഇങ്ങനെ സങ്കടം പറയാ തന്നെ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ മടവൂരിന്റെ വണ്ടിന്റെ മുമ്പിൽ ഏതെങ്കിലും മാനോ ആനയൊക്കെ വന്നിട്ടുണ്ടാവും. നമ്മളെ വണ്ടിന്റെ മുമ്പിലൊക്കെ ഇത് വരുന്നതാണ്. ഒരു പ്രാവശ്യം ഫോറസ്റ്റിൽ കൂടി യാത്ര ചെയ്ത ആൾക്കാർക്ക് മനസ്സിലാവുന്നത് പല മൃഗങ്ങളും വരും. ചില മൃഗങ്ങൾക്ക് വിശന്നിട്ടായിരിക്കും. ഭക്ഷണം നമ്മളെ കയ്യിൽ നിന്ന് ഭക്ഷണം കിട്ടാൻ വേണ്ടി നമ്മളെ വണ്ടിന്റെ മുമ്പിൽ വരും, വെള്ളം കിട്ടാൻ വേണ്ടി വരും. ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതൊക്കെ മടവൂരിനോട് മാനു വന്ന് പരാതി പറഞ്ഞു, ഞങ്ങളുടെ വംശം വേട്ടയാടൽ ഭീഷണിയുടെ നടുവിലാണ്, നിങ്ങൾ പരിഹാരം ഉണ്ടാക്കി തരുന്നെന്ന് പറഞ്ഞു. പിറ്റത്തെ ആഴ്ച കേന്ദ്ര ഗവൺമെന്റ് നിയമം കൊണ്ടുവന്നു. അതാ മടവൂരിന്റെ കറാമത്ത്. അല്ലാഹു അക്ബർ. ഇതാണ് ഈ കൗമ് കറാമത്ത് ഉണ്ടാക്കണ കോലം. ഇത് ഏത് കറാമത്തിൽ നിങ്ങൾ ഉൾപ്പെടുത്ത ഈ മാനിന്റെ ചരിത്രം നിങ്ങൾ ഈ കണ്ട ആൾക്കാരെ മുഴുവൻ ഔലിയാക്കളായിട്ട് നിങ്ങൾ വിലയിരുത്തേണ്ടി വരും. ഇതാണ് ഈ ഖുറാഫി കൗമ്. അവരെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും അത് മുഴുവൻ അവരുടെ ഷെയ്ഖിന്റെ കറാമത്തായിട്ട് അവരുടെ വിലയിരുത്തും. ഇങ്ങനെയാണ് ഒരു കറാമത്ത് പ്രചരിപ്പിക്കലും കറാമത്തിന്റെ എണ്ണം കൂട്ടലും. കഴിഞ്ഞിട്ടില്ല. ഇനിയിപ്പോ കുറച്ച് മാസങ്ങളായി ഈ കുരുവട്ടൂരികൾ തലയിലേക്ക് നടക്കുന്ന വേറൊരു ഷെയ്ഖുണ്ട്, വേറൊരു മുറബിയായ ഷെയ്ഖ്, യഹിയൽ ബുഖാരി എന്ന് പറയുന്ന ഒരു ഷെയ്ഖ്. കാസർഗോഡ് മടവൂർ കോട്ട എന്ന പേരിൽ ഒരു സ്ഥാപനം കെട്ടിപ്പടുത്ത് ഒരു ആസ്ഥാനം ഉണ്ടാക്കി അവിടുത്തെ ഷെയ്ഖായി നടക്കുന്ന യഹിയൽ ബുഖാരി. ആ ചങ്ങായിനെയാണ് ഇപ്പൊ കുറച്ചു കാലമായിട്ട് ഈ കുരുവട്ടൂരുകൾ തലയിലേറ്റി നടക്കുന്നത്. അയാളത് കണ്ടുനോക്കി, അയാളെ ശീലും കോലൊക്കെ. ആദ്യം ഈ യഹിയൽ ബുഖാരിനെ ഈ കുരുവട്ടൂരുകള് പുകഴ്ത്തുന്ന രംഗം ഒന്ന് കണ്ടു നോക്കി. അയാളെ വടിത്തങ്ങൾ എന്ന് അയാളെ വിളിപ്പേരിട്ടോ. ഇവര് വിളിക്കുന്ന പേര് വടിത്തങ്ങൾ എന്നാണ്. വടിത്തങ്ങളായാലും വെടിത്തങ്ങളായാലും ഒന്ന് കണ്ടു നോക്കി.
പ്രത്യേകിച്ച് ഇന്നത്തെ നമ്മുടെ സദസ്സിലെ ഈ മഹത്തായ ആണ്ട് നേർച്ചയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ വേണ്ടി എത്രയോ കിലോമീറ്ററുകൾ അകലെ യാത്ര ചെയ്ത് കേരളത്തിന്റെ ഒരറ്റമാകുന്ന കാസർഗോഡ് ജില്ലയിൽ നിന്ന് മടവൂർ കോട്ടയിൽ നിന്ന് ശരീരം വിശ്രമം ആവശ്യപ്പെടുമ്പോഴും മടവൂർ ശൈഖുനയോടുള്ള അടങ്ങാത്ത പ്രതിപത്തിയും അവിടത്തോടുള്ള ആ വലിയ മഹബത്തും അത് കേവലം വാക്കുകളിൽ ഒതുക്കാതെ സത്യസന്ധമായ മഹബത്തും അതാണ് എന്റെ എല്ലാം എന്ന് മനസ്സിലാക്കി അത് സമൂഹത്തിന് സമ്മാനിച്ചു കൊണ്ടിരിക്കുന്ന വന്യരായ സയ്യിദ് യഹ്യൽ ബുഖാരി തങ്ങൾ മടവൂർ കോട്ട. ഇതിപ്പോ ഈ 34ാമത്തെ മടവൂരിന്റെ ഉറൂസിന് ഈ മറ്റേ ചങ്ങായിണ്ടല്ല, മടവൂർ കാഫില നടത്തുന്ന അച്ചങ്ങായിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഈ ഉറൂസിന് ഇവലായിരുന്നു മുഖ്യ ടീം, ഈ കുരുവട്ടൂരികള്. ആ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തത് ഈ യഹ്യൽ ബുഖാരിയാണ്. അപ്പോ അതൊക്കെ ഉദ്ഘാടനം ചെയ്യണമെങ്കിൽ ഇവലെ ഏറ്റവും വലിയ ഷെയ്ഖായ കുരുവട്ടൂര് ഹാഫിദ് അടക്കം പ്രസംഗിച്ച ആ വേദി ഉദ്ഘാടനം ചെയ്യണമെങ്കിൽ ഇവർക്ക് സർവ്വസമ്മതനായിരിക്കുമല്ലോ. ആ യഹ്യൽ ബുഖാരി മുറബ്ബിയായ ഷെയ്ഖാണെന്ന് വേറൊരുത്തം പ്രസംഗിക്കുന്നത് കേട്ടു. മഹാനായ ഖുതുബുൽ ആലം റഈസുൽ സാഹിദീൻ ഔസുൽ ആലം CM വലിയുല്ലാഹി ബാപ്പ ഇപ്പോഴും തർബിയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ബാപ്പയുടെ തർബിയത്ത് 2 സൈസ് ഇപ്പോൾ ഉണ്ട്. ഒന്ന്, നേരിട്ട് തന്നെ തർബിയത്ത് ചെയ്യുന്നുണ്ട്. നേരിട്ട് തന്നെ ഓരോ സെക്കൻഡിലും ഹുദൂറായി വിഷയങ്ങൾ പറഞ്ഞു കൊടുത്ത് വേണ്ടാത്തതിനെ തടഞ്ഞ് വേണ്ടത് നിർദ്ദേശിച്ച് തർബിയത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഏതെങ്കിലും അവിടെ നിന്ന് ഇഷ്ടപ്പെട്ട ഒരു സയ്യിദ്, അവിടെ നിന്ന് ഇഷ്ടപ്പെട്ട ഒരാളെ നിർത്തിയിട്ട് അവരിലൂടെ തർബിയത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരാളെ ഇടയ്ക്ക് നിർത്തിയിട്ട് തർബിയത്ത് ചെയ്യുമ്പോൾ ഈ നിർത്തപ്പെട്ട ആളെ നമ്മൾ നോക്കണ്ട, അവരെ നമ്മൾ കാണണ്ട, അവരൊരു മൽഹർ മാത്രമാണ്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, മഹാനായ സയ്യിദ് അവർകൾ ഇവിടെ പഠിത്തങ്ങൾ ഇല്ല, ഇവിടെ യഹ്യൽ ബുഖാരി എന്ന് പറയുന്ന ഒരാൾ ഇല്ല. അത് നമുക്ക് ഒരു അഡ്രസ്സിന് വേണ്ടി മാത്രം പറയുന്നതാണ്. ഈ യഹ്യൽ ബുഖാരി എന്ന് പറയുന്ന ആ സാധനം ഒരു മൽഹർ, ഒരു സ്ക്രീനാണ്. ആ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുന്നത് യഹ്യൽ ബുഖാരി എന്ന് നമ്മൾ സങ്കല്പിക്കുന്ന ഏതോ ഒരു ഹയ്യിന്റെ അഫ്ആലുകളല്ല, മഹാനായ ഖുതുബുൽ ആലമിന്റെ അഫ്ആലുകളാണ്. മടവൂര് 2 രീതിയിലാണ് ആളുകൾ തർബീയത്ത് ചെയ്യുക. ഒന്ന് നേരിട്ട് തന്നെ വരും, പ്രത്യക്ഷപ്പെടുന്ന പറയണത്. ആ മരം വെട്ടുകാരന്റെ മുമ്പിൽ ജലദേവത പ്രത്യക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ മാതിരി മടവൂരിന് വരും. വത്സ, നിന്നിൽ നാം സംപ്രീതനായിരിക്കുന്നു, എന്ത് വരമാണ് ചോദിച്ചു കൊള്ളുക എന്നൊക്കെ മടവൂര് പറയും. അങ്ങനെ നേരിട്ട് മടവൂര് പ്രത്യക്ഷപ്പെട്ട പല സംഗതികളും പല പല കറാമത്തിലും പറലുണ്ട്. അവിടെ നിൽക്കട്ടെ. 2ാമത്തെ ഘട്ടം, മടവൂര് ചില ആളുകളിലൂടെ ജനങ്ങളെ തർബിയത്ത് ചെയ്യും. അങ്ങനെ തർബിയത്ത് ചെയ്യാൻ വേണ്ടി തെരഞ്ഞെടുത്ത മുറബ്ബിയായ ഷെയ്ഖാകുന്നു ബടിത്തങ്ങൾ അഥവാ യഹ്യൽ ബുഖാരി. അപ്പൊ മൂപ്പരങ്ങൾ കോലം ചീലൊന്നും നോക്കണ്ട, മൂപ്പരിങ്ങനെ ഒരു സ്ക്രീൻ മാത്രമാണ്. അതിലൂടെ ജനങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്, തർബിയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് സാക്ഷാൽ മടവൂരാകുന്നു. ഇനി മടവൂര് ഈ യഹ്യൽ ബുഖാരി എന്ന് പറയുന്ന വടിത്തങ്ങളുടെ അല്ല, ഇച്ചങ്ങായിലൂടെ ജനങ്ങളെ തർബിയത്ത് ചെയ്യുന്ന കോലം നിങ്ങളത് കണ്ടു നോക്കി. എന്താണ് ആ തർബിയത്തിന്റെ കോലം എന്നുള്ളത്? هذه أنوار ليلى قد بدت قد بدت هذه أنوار ليلى قد بدت قد الله المجيد ശൈഖുനാ വടകര നൂര് ശൈഖമ്മ വിലുള്ള നൂര് ശൈഖേ മൂരിതാക്കിടേനെ ശൈഖിൻ കാവലേകിടേനെ ഹലറോതിനുദയിച്ചവരെ അരവള്ളൂരിൽ ജനിച്ചവരെ കൽവിയിൽ മായ്തവരെ മുഹമ്മദ് ഹാദി വലിയുള്ളാഹ് മൗലാനായ മൗലാന മൗലാനായ മൗലാന മൗലാന മുഹമ്മദ് ഹാദി
هادي ولي الله مرحبا يا مرحبا مرحبا يا مرحبا مرحبا يا حسين مرحبا يا علي مولانا يا مولانا الله مولانا يا مولانا شيخ محمد هادي ولي الله. ഇസ്ലാമികപരമായ തെർബിയത്താണിത്. തുള്ളിന് കണ്ടില്ലേ ആംകിങ്ങള്? എടോ, അള്ളാന്റെ പള്ളിക്കലാണ് ഈ കൂത്താട്ടം. അള്ളാനെ ഇബാദത്ത് ചെയ്താണ്ടാക്കിയ പള്ളി, അതിന്റെ ഉള്ളിലാണ് ഈ ചാടി കളിക്കണം. മനസ്സിലായി നിങ്ങൾക്ക്? കണ്ടില്ലേ, വല്ല കുട്ടികളെ ടോയ്സ് കടയിലൊക്കെ ചെന്നമാരുണ്ടല്ലോ, ഇങ്ങനെ കീ കൊടുത്തു കഴിഞ്ഞാണ്ടല്ലോ ഓരോ ബൊമ്മകൾ ഇങ്ങനെ കയ്യും കെട്ടി ഇങ്ങനെ ഒന്ന് തലങ്ങ ഒന്ന് അങ്ങോട്ട് പോയും, വേറെ ബൊമ്മ അവിടെ നിന്ന് ഇങ്ങോട്ട് പോയും. അക്കോലത്തിലാണ് കെടുത്ത് തുള്ളിനുണ്ടില്ലേ. ഒരു മോചേരി അവിടെ നിന്ന് ഇങ്ങോട്ട്, മറ്റോ ഇവിടുന്ന് ഇൻസൈഡ് ചെയ്ത് ഇവിടുന്ന് അങ്ങോട്ട്. എന്താ ശൈത്താൻ കേറിയിട്ട് ദീനാണിതൊക്കെ. വടകൂര് തെർബിയത്ത് കഴിഞ്ഞ കോലാണിത്. ഇത് എന്താണ് അള്ളാന്റെ പള്ളിന്റെ ഉള്ളിൽ കണ്ട് ഇവര് ആർക്കണത്? മുഹമ്മദ് ഹാജി വലിയുള്ള ഏത് മുഹമ്മദ് ഹാജിയാണ് തരോ? അള്ളാന്റെ പള്ളിന്റെ ഉള്ളിലാണ് ഈ കൂത്താട്ടം. വടകര മയമാജി തങ്ങൾ പറഞ്ഞ ചങ്ങായിണ്ടല്ലോ, മടവൂരിന്റെ സമകാലികനായിരുന്ന മടവൂരിന്റെ ശൈഖായ, പിന്നീട് മടവൂർ മൂപ്പര ശൈഖായി എന്ന് പറയുന്ന വടകര മമ്മദാജി തങ്ങൾ എന്ന് പറയുന്ന ചങ്ങായിനെ വിളിച്ചുകൊണ്ടാണ് ഈ പള്ളിയിൽ നിന്ന് കണ്ട് ഈ ആർക്കണത്. ഇതാണ് തെർബിയത്ത്. ഇനി ഇങ്ങനെ ആർക്കാൻ മാത്രം ക്വാളിറ്റി ഉള്ള ഈ വടകര മമ്മദാജി തങ്ങൾ ആരാ? അതും ആളൊന്നും അറിയാം. അയാള് വലിയ ഷെയ്ഖുൽ മശായിഖ് എന്നാ അവർ പറയുന്നത്. വലിയ മശായിഖന്മാരുടെ മശായിഖാണ്. മടവൂരിന്റെ ഷെയ്ഖായിരുന്നു, പിന്നെ മടവൂർ മൂപ്പര ഷെയ്ഖായി. ആ ഷെയ്ഖുൽ മശായിഖായ വടകര മമ്മദായി തങ്ങൾ ഇവന്മാര് പള്ളിയിൽ കിടന്ന പേര് വിളിച്ച് ആർക്കണ അച്ചങ്ങായിന്റെ ജീവിതത്തിൽ ഉണ്ടായ സംഭവങ്ങൾ കേട്ടോക്കി. വടകര മുഹമ്മദ് തങ്ങൾ പാപ്പാണ് കേട്ടി. നിങ്ങൾ എന്റെ ഷെയ്ഖാണ്, എന്നെ വക്കിയാത്തിലേക്ക് പറഞ്ഞേച്ച മഹാനാണ് വടകര മുഹമ്മദ് തങ്ങൾ പാപ്പ. ആ വടകര തങ്ങളെ ഭാര്യ രാത്രി 11:45 വരെ അവിടെ വരുന്ന ആളുകൾക്ക് ഫുള്ള് വെള്ളം കൊടുക്കും. 11:45 വരെ വെള്ളം കൊടുത്ത ആ സാധു പെണ്ണെന്ത് ചെയ്തു? ഒരു ദിവസം രാത്രി 11:30 ആയപ്പോ കുഴങ്ങിയിട്ടൊന്ന് കിടന്നു. മഹാനായ വടകര തങ്ങൾ പാപ്പയും കിടന്ന് ലൈറ്റ് ഓഫ് ആക്കിയപ്പോ ഒരാള് ബെല്ലടിച്ചു. ഏതോ രാജ്യത്ത് തങ്ങളപ്പാനെ കാണാൻ വന്നതാണ്. ബെല്ലടിച്ചപ്പോ ഈ വടകര ശേഖ് നീച്ചിട്ട് എന്ത് ചെയ്തു? നോക്കുമ്പോ ഒരു യാത്രക്കാരനാണ്. പോടാ അവിടുന്ന് പറയാൻ പറ്റുമോ? യാത്രക്കാരനെ സ്വീകരിക്കേണ്ട ഒരു വലിയ ഒരു പദവില്ലേ, കയറിയിരിക്കേന്ന് പറഞ്ഞിരുന്നു. മൂപ്പര് ഭാര്യയോട് പറഞ്ഞു, പത്തുമോ രസം ചായ ഉണ്ടാക്കിക്കാന്ന്. ഭാര്യ പറഞ്ഞു, എനിക്ക് ഇനി നീച്ചാൻ വയ്യാറുന്നു. എന്നാ ചടക്ക് ഇടുന്നോ പറഞ്ഞു. ആ ഒരൊറ്റ വാക്ക് മുഖേന 9 കൊല്ലം മുഹമ്മദ് വടകര തങ്ങളെ ഭാര്യ കിടന്നു എന്നാ. പിന്നെ നീച്ചിട്ടില്ല, മരിച്ചോളം. അറിയങ്ങള് ഇതാണ് ഷെയ്ഖ് സ്വന്തം ഭാര്യനോട് ചെയ്ത ക്രൂരതയാണത്. 11:45 വരെ ഈ ചങ്ങായിന്റെ വടകര മമ്മദാജി തങ്ങൾ എന്ന് പറഞ്ഞ ചങ്ങായിന്റെ ഒപ്പം കൂടിയതിനു ശേഷം ഈ പീഡനത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ തലല്ലാത്ത കൗമിന് നട്ടപ്പാതിരാന്നും പകലൊന്നും പിന്നെ വ്യത്യാസമില്ലാതെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുള്ളൂ. എവിടെ ഒരു ഷെയ്ഖ് ഉണ്ട്, എവിടെ ഒരു ഔലി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടിട്ട് ഇങ്ങനെ വരുമല്ലോ. അവനാരോ ആരിന്റെ മക്കളെയും കുടുംബത്തിനെയും നോക്കാതെ അങ്ങനെ തെണ്ടി നടക്കാനുള്ള അവർക്ക് പണി. അപ്പൊ നട്ടപ്പാതിരൊക്കെ ഓരോ പെരിയൊന്ന് കയറും, ഷെയ്ഖിനൊന്ന് കാണാനാണ് പറഞ്ഞിട്ട് 11:45 വരെ ഈ തള്ള ഈ വടകര മമ്മദാജി തങ്ങളെ ഭാര്യ ടിങ്കൊക്കെ തിന്നാനും കുടിച്ചാനും കൊടുക്കും. ഒരു ദിവസം ഒരു 11:30 ഒന്ന് കിടന്നുറങ്ങിയതാ. അപ്പോഴാണ് 2 ഖുറാഫികളൊന്ന് ബെല്ലടിക്കണത് ഔലിയ പാപ്പാനെ കാണാന്. പാത്തുമ്പോ കുറച്ച് ചായ ഉണ്ടാക്കാനപ്പോ എനിക്ക് നീച്ചാൻ പറ്റാറ്, എന്നാ അവിടെ കിടന്നോ. ആ കെടുത്തം കാലാകാലം അതിനെ ശപിച്ച് അവിടെ കെടുത്തിന്ന മരണം വരെ. പിന്നെ നീച്ചിട്ടില്ല, തളർന്നാണ് കിടന്നു. ആ കെടുന്നോടത്തോടൊന്ന് മരിച്ചു വന്നു. എന്തിന്? ഞാൻ ക്ഷീണം കൊണ്ടൊന്ന് കെടുക്കട്ടെ, എനിക്ക് എണീക്കാൻ പോയാൽ രാത്രി 11:30 ആ സ്ത്രീ പറഞ്ഞതിന്റെ പേരിൽ. ഇതാണ് പോലെ ഷെയ്ഖ് ഔലിയാണ്, കറാമത്താണ്. എടോ, ആ സ്ത്രീക്കൊക്കെ നട്ടലുള്ള ആങ്ങളാര്, കൈക്കരുത്തുള്ള ആങ്ങളാരുടെ ഉണ്ടല്ലോ, ഈ ചങ്ങായിന്റെ കാലിന്റെ ചിരട്ട അടിച്ചു മുറിച്ചിട്ടുണ്ടാവും. അന്റെ ഓലക്കിലെ കറാമത്ത് ഞങ്ങളെ നേർക്കല്ല, പോയി പണിയൊക്കാറുണ്ട്. ഷെയ്ഖിന്റെ കറാമത്താണത്. ഇതാണ് ഈ ചങ്ങായിന്റെ പേരാണ്. ആ പള്ളിയിൽ നിന്നിട്ട് മറ്റേ ചങ്ങായി വിളിച്ചാർക്കണത്. മറ്റേ ചങ്ങായി കുഞ്ഞാപ്പോളും പട ആ കൗമ് വിളിച്ചാർക്കണത് മുഹമ്മദ് ഹാജി പറഞ്ഞിട്ട് അള്ളാന്റെ പള്ളിക്കല്. ഷെയ്ത്താനിയത്ത്. ഇതല്ല ഇപ്പൊ നിങ്ങളെ മശായിഖന്മാരെ കോലം. എന്തൊരു ക്വാളിറ്റിയോടോ നിങ്ങളെ മശായിഖന്മാരുടെ ജീവിതത്തിൽ നിന്ന് എന്തൊരു മെസ്സേജാണ് സ്വന്തം ജീവിതത്തിൽ സാധാരണക്കാർക്ക് പകർത്താനുള്ളത്. ഈ വക പോക്കിരിത്തരും തമ്മാടിത്തരും ഈ വക കൂത്താട്ടം അല്ലാതെ എന്താ നിങ്ങളെ കയ്യിലുള്ളത്? ഒന്ന് പറഞ്ഞിട്ടീങ്ക. നിങ്ങള് എന്ത് തോന്നിയാസം കാണിച്ചാലും കുഴപ്പമില്ല, മശായിഖന്മാരായ മതി, ദിക്റിന്റെ മജ്‌ലിസായ മതി, പിന്നെ എന്തും നടക്കവിടെ. ഈ കേരളത്തിൽ ഈ സമസ്തക്കാര് നടത്തുന്ന പല ദിക്റിന്റെ മജ്‌ലിസുകളുടെയും കോലം, പല ത്വരീക്കത്തുകളും അവിടെയൊക്കെ നടക്കുന്ന തമ്മാടിത്തം എത്ര നിങ്ങള്. ഇത് ഞമ്മള് പറയില്ല, ഇവര് പറയട്ടെ. പല ദിക്റിന്റെ പല ചില ത്വരീക്കത്തിന്റെ ദിക്റിന്റെ മജ്‌ലിസിലൊക്കെ നടക്കുന്ന അവസ്ഥ എന്താണെന്ന് ഇവരെന്നെ പറയട്ടെ.
എന്റെ അടുത്ത് ഒന്ന് രണ്ട് ആൾക്കാർ ത്വരീക്കത്തേര് വന്നു. അതിലൊരു പാട്ടുകാരുണ്ട്. അതിൽ ഒരാൾ റൂമിൽ ഇങ്ങനെ തലാത്തിരിക്കും. അപ്പൊ ഈ പാട്ടുകാരൻ എന്നോട് പറഞ്ഞു, അയാൾ പുറത്തു വന്ന ശേഷം മുപ്പര് ദിക്കറിൽ വലിയ ലഹരിയുള്ള ആളാണ്, അതാണ് വല്ലാതെ മുണ്ടാത്തുക. ഞാൻ ചോദിച്ചാൽ അതെങ്ങനെയാ ലഹരി എന്ന് വെച്ചാൽ, ആദ്യം മൂപ്പരൊന്ന് കഞ്ചാവ് തൊള്ളയിൽ വെക്കും, എന്നിട്ട് ദിക്കറല്ലേ. ത്വരീക്കത്തിന്റെ പേരിലാണ് കഞ്ചാവ് തൊള്ളയിൽ വെക്കുക ലഹരി കിട്ടാൻ. എടാ മൂദേവി, നിനക്ക് ഈ ദീൻ ആര് പഠിപ്പിച്ചെന്നാ? എന്റെ ഇഫ്രീത്ത് പഠിപ്പിച്ച, നിന്റെ കുത്തുബനിന്റെ ഇഫ്രീത്താണ്, അത് ദീനിൽ തെളിവല്ല. എങ്ങനെയുണ്ട് സുഹൃത്തുക്കളെ? ഞെട്ടണത് കേട്ടിട്ട്. ത്വരീക്കത്തിന്റെ ദിക്റ്, ത്വരീക്കത്തിന്റെ മജ്ലിസില് കഞ്ചാവ് തൊള്ളിയിട്ട് കണ്ട് ലഹരി ഉണ്ടാക്കുകയാണല്ലോ. എന്നിട്ട് മൂപ്പര് ചോദിക്കാണ്, എടാ മൂദേവി, ആര് പഠിപ്പിച്ചെന്ന ദീനാണിത്? അന്റെ ഇഫിരീത്ത് പഠിപ്പിച്ചെന്നല്ലേ? അല്ല, നിങ്ങളെ കാലാകാലങ്ങളായുള്ള സമസ്തന്റെ പുരോഹിതന്മാരും പണ്ഡിതന്മാരും പഠിപ്പിച്ചു കൊടുത്തത്. ഇപ്പൊ നിങ്ങൾക്ക് പറ്റണില്ലത്, ജനങ്ങൾക്ക് തിരിഞ്ഞു തുടങ്ങിയ കാര്യം. അപ്പൊ നിങ്ങൾ ജനങ്ങളുടെ കൂടെ നിൽക്കാൻ നിർബന്ധിതരായി. അപ്പോഴാണ് ഇതിനൊക്കെ എതിർക്കാൻ തുടങ്ങിയത്. ആര് പഠിപ്പിച്ചാ നിങ്ങൾക്ക് അറിയില്ലല്ലേ? ഞങ്ങൾ പറഞ്ഞുതരാ. നിങ്ങളെ സമസ്തന്റെ ബാനറിൽ പ്രസംഗിക്കുന്ന പുരോഹിതന്മാരത് പഠിപ്പിച്ചു കൊടുത്തത്. നിങ്ങൾ ഇതൊക്കെ ത്വരീക്കത്ത് നിങ്ങളെ പുറത്തം വിട്ട് നിങ്ങളെ സംഘടനയ്ക്കെതിരെ ത്വരീക്കത്തിന് തിരുമ്പോഴാണ് അങ്ങ് ത്വരീക്കത്തിനെതിരെ തിരല്. അല്ല, ദീനിനെതിരെ അനിസ്ലാമിക പ്രവർത്തനങ്ങൾ ത്വരീക്കത്തിൽ കണ്ട് ഞങ്ങൾ എന്തേ മുണ്ടലുണ്ടോ? ഇപ്പൊ മറ്റവനാക്കണു മൂത്തയടത്തുകാരൻ, ആ ഭ്രാന്തൻ തൊള്ളി തോന്നിയത് വിളിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുള്ളൂ തീജാനി ത്വരീക്കത്തിന്റെ പേരില്. സമസ്ത എന്തോടോ മുണ്ടാത്തത്? എവിടെയോ ജിഫിരി അയാളെ തൊള്ളിയിൽ ആരോടോ പഴം കുത്തി തിരികെക്കിട്ടും പറയേ. ഈ ചെങ്ങായി പറഞ്ഞുകൊണ്ടിരിക്കണ, ഈ മൂത്തയടത്തുകാരൻ പിരാന്തം പറഞ്ഞുകൊണ്ടിരിക്കണ ദീനാണോ അല്ലേ? പറയേ. നിങ്ങൾക്ക് വഹാബികളെ ചീത്തറ 100 നാവാണല്ലോ. സംഗതി നിങ്ങളെ ഇടയിലുള്ള തമ്മിത്തല്ലോണ്ട് നിങ്ങൾക്ക് ഇതൊന്നും ശ്രദ്ധിക്കാൻ നേരം കിട്ടുന്നില്ല, ഞങ്ങൾക്കറിയാം. പക്ഷെ അതിന്റെ ഇടയിൽ വഹാബികളെ തെറിയാൻ ഞങ്ങൾക്ക് നേരം ഉണ്ടല്ലോ. ആ മൂത്തയടത്തുകാരൻ മാനസിക രോഗി എന്തൊക്കെ തോന്നിയാസങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ത്വരീക്കത്തിന്റെ പേരില് നിങ്ങൾ വളർത്തുകൊടുത്തത്. നിങ്ങളെ സംഘടന ഉപയോഗിച്ചല്ലേ നമ്മുടെ ത്വരീക്കത്ത് വളർത്തിയത്. വരുന്നുണ്ട്, ഓൻ്റെ ഇറക്കി ഞങ്ങൾ വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ഇത് പറഞ്ഞപ്പോ യാദൃശ്യമായി പറഞ്ഞു പോയിന്നുള്ളൂ. അങ്ങനെ ദിക്റിന് ലഹരി കൂട്ടാൻ വേണ്ടിയിട്ട് കഞ്ചാവ് വായിലിട്ടിട്ട് ദിക്റ് ചെല്ലാൻ അങ്ങനത്തെ ത്വരീക്കത്തുണ്ട്. എന്നിട്ട് മൂപ്പര് വലിയ രോഷത്തോടു കൂടി ചോദിക്കാണ്, എടാ മൂദേവി, ആര് പഠിപ്പിച്ചത്? നിങ്ങളെ സമസ്തന്റെ പുരോഹിതന്മാര് പഠിപ്പിച്ചു, വേറെ ആര് പഠിപ്പിക്കാനാ? ഓൽക്ക് ജൂതം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ കഞ്ചാവും കള്ളൊന്നും ഉപയോഗിച്ചു കഴിഞ്ഞാല് ചോദ്യം ചെയ്യാൻ പാടില്ല, അതിനൊക്കെ മഹത്തരമായ അർത്ഥങ്ങളുണ്ട് എന്ന് നിങ്ങളെപ്പോലത്തെ തലയിക്കെട്ടി മൂല്യന്മാര് പരസ്യമായി പ്രസംഗിച്ചിട്ടുണ്ട് ഇവിടെ. അതിന്റെ ഉപോൽപ്പന്നമാണ് ഇതൊക്കെ, ഈ ത്വരീക്കത്തിൽ നടക്കുന്ന കൂത്താട്ടങ്ങള്. സഹിച്ചോളിങ്ങള്. ഇപ്പൊ സ്റ്റേജും വരുന്ന കണ്ട് ചെറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ സഹിക്കാൻ ബാധ്യസ്ഥരാണിത്. പക്ഷെ സമുദായത്തിന് ഇത് സഹിക്കേണ്ട കാര്യമില്ല. അതാണ് ഞങ്ങളെ വിഷമം. നിങ്ങൾക്ക് അറിയില്ലല്ലേ ആര് പഠിപ്പിച്ചാന്നുള്ളത്? കേട്ടോളി. ഇപ്പൊ ഖസാലി ഇമാമിന്റെ കഥ ഞാൻ പറഞ്ഞില്ല അന്ന്. ആടെ പോയിട്ട് എത്തുമ്പോ കള്ള് ചാപ്പിലുണ്ട് എന്ന്. ആര്? അഹമ്മദുൽ ഖസാലി തങ്ങള്. അത് നമ്മക്ക് കാണുന്നത് കള്ള് പോലെ, കള്ളല്ലത്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഹാഫിദ് ബിൻ ഹജറുൽ അസ്ഖലാനി അല്ലാതെ സിറാജുദ്ദീൻ അൽ ബുൽഖൈനി തങ്ങളാന്ന് എനിക്ക് ശരിക്കും ഓർമ്മയില്ല. അവര് വലിയ മഹാന്മാരായ പണ്ഡിതന്മാരാണ്. അവർ പള്ളിയിൽ ഇരിക്കുമ്പോ പുറത്തുനിന്ന് ഒരാൾ കഞ്ചാവ് വിൽക്കുന്നുണ്ട്. കഞ്ചാവ് വിൽക്കുന്ന ആളാണെന്ന് ആട്ടി ഓടിക്കടാന്ന് പറഞ്ഞ്. അങ്ങനെ വരുമ്പോ പള്ളിക്ക് വരുമ്പോ കണ്ടപ്പോ അയാൾ ശകാരിച്ച് പറഞ്ഞ് ഇവിടെ നിൽക്കാൻ പാടില്ല എന്നെല്ലാം പറഞ്ഞ് പള്ളിക്ക് വന്നു. ആര്? ഒന്നിരിക്കലോ ഈ 2 ഇമാമിങ്ങളിൽ നിന്നുള്ള ഏതെങ്കിലും ഒരാൾ, എനിക്ക് ശരിക്കും ഉറപ്പില്ലല്ലോ സാർ. വന്നിട്ട് നിസ്കാരത്തിന് ഇക്കാമത്ത് വിളിച്ചിട്ട് ഇമാമത്തിൽ നിന്നിട്ട് കൈ കെട്ടിട്ട് ഫാത്തി ഓതുമ്പോ ഫാത്തി അറിയില്ല. ഫാത്തി ഓതുമ്പോ ഖുർആന്റെ ഒരൊറ്റ, ഖുർആൻ ഹാഫിളാണ് അവർ, ഒരൊറ്റ ആയത്ത് ഓർമ്മയില്ല. കൈ കെട്ടിട്ട് നോക്കുമ്പോ അല്ലാ എന്താ ഇപ്പൊ ഇത് ഇയാളെ പറഞ്ഞതിന് വന്നതപ്പ എന്നെല്ലാം പറഞ്ഞ് ചുരുക്കി പറഞ്ഞിട്ട് പോയിട്ട് ആളെ പോയിട്ട് മാപ്പ് ചോദിച്ചു മൂപ്പറോട്. അപ്പൊ മൂപ്പർ പറഞ്ഞെന്താ, ഞാൻ കഞ്ചാവ് എന്ന് പേരിട്ടത് കൊണ്ട് നിങ്ങൾ എന്ത് മനസ്സിലാക്കി? എന്റെ കഞ്ചാവ് എന്ന് പറഞ്ഞാല് നിസ്കാരം ഇല്ലാത്തവൻ അത് ബെൽച്ചങ്ങോ നിസ്കരിക്കാൻ തുടങ്ങും. കള്ളു കുടിക്കുന്നവൻ അത് ബെൽച്ചാല് കള്ളുകൂടി മതിയാക്കും. അങ്ങനത്തെ കഞ്ചാവാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഏത് മൂദേവിയാണ് പറഞ്ഞ് മനസ്സിലായില്ല നിങ്ങൾക്ക്? എടാ മൂദേവി ആര് പഠിപ്പിച്ചെന്നോ? ഇതാ പഠിപ്പിച്ചു കൊടുത്ത മൂദേവിയാലാണത്. ഇപ്പൊക്കെ അഹമ്മദുൽ ഖസാലി കള്ളച്ചാപ്പ് പോയിരിക്കുന്നത് കള്ളു കുടിക്കുന്നുണ്ട്. അത് കള്ളല്ലത്, എനിക്ക് കള്ളായിട്ട് തോന്നുകയാണ്. പിന്നെന്തോ കള്ളുചാപ്പില് പാലോ തന്നെ? കള്ളുചാപ്പ് വീക്കാണ്ട പാൽ കുടിക്കല്? അതാ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞു, ഇവർക്ക് എല്ലാ തോന്നിയാസം ജനങ്ങൾക്ക് സംശയം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ. കള്ളുചാപ്പ് വീക്കാണ്ട് പാൽ കുടിക്കാൻ പോയതാ ഖസാലി. അത് കഴിഞ്ഞിട്ട് പിന്നെ അസ്കലാനിയും ബുൽക്കീനും ഓല് രണ്ടാളും കൂടെ പള്ളിയിൽ നിസ്കരിക്കാൻ പോയ സമയത്ത് പള്ളിന്റെ പുറത്തൊരുത്തൻ കഞ്ചാവ് വെക്കുന്നുണ്ട്. അപ്പൊ ആട്ടി വിട്ടു. അതിന്റെ പേരിൽ ഓൽക്കുണ്ടായ ദുരന്തം. പിന്നെ പോയി മാപ്പ് പറഞ്ഞിട്ടാണ് പിന്നെ ശരിയായിട്ടെന്നായി പറയണത്.
ഇത് കേൾക്കുന്ന ഒരാള് ഒരു ത്വരീക്കത്തേരം അല്ലെങ്കിൽ നിങ്ങളെ സമസ്തക്കാരൻ തന്നെ നിങ്ങൾ ദിക്റിന്റെ നിങ്ങൾ കുറെ ദിക്റുണ്ടല്ലോ, മജ്ലിസുൻ നൂറും മജ്ലിസുൻ നാറും അറിവിൻ നിലാവും ജഹ്ലിൽ പിരാന്തും കുറെ ഉണ്ടല്ലോ നിങ്ങൾക്ക്. അങ്ങനത്തെ ഒരു ദിക്റിന്റെ മജ്ലിസിക്ക് ഒരുത്തൻ കഞ്ചാവ് അരി തിരിക്കാണ് വന്നാണ്, നിങ്ങൾ തൊള്ളി വീടിൽ തെരച്ചിക്കാണ്ട് വലിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ചോദ്യം ചെയ്യുമ്പോ ഇത് കഞ്ചാവല്ല, അത് ചോദ്യം ചെയ്യാൻ പാടില്ല ഉസ്താദ് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ നിങ്ങൾ എന്തോ പറയാ? എന്താ നിങ്ങൾ പറയാ? നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഒരുത്തന് കഞ്ചാവ് വലിച്ചൂടെ, കള്ളു കുടിച്ചൂടെ, പെണ്ണ് കുടിച്ചൂടെ? ഇല്ലേ? ഒരുത്തങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഒരുത്തൻ കഞ്ചാവ് വലിക്കാണ്. ഇത് ഞാൻ ദിക്റിന് ലഹരി കിട്ടാൻ വേണ്ടി ഈ കഞ്ചാവ് സാധാരണ കഞ്ചാവല്ല, ഇത് കഞ്ചാവ് വലിച്ചു കഴിഞ്ഞാൽ നിസ്കരിക്കാത്തവൻ നിസ്കരിക്കും, നോമ്പ് നോക്കാത്തവൻ നോമ്പ് നോക്കും, അങ്ങനത്തെ കഞ്ചാവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കഴിച്ചിലായിക്കൂടെ? വേറൊരുത്തൻ കള്ളുടിക്കാണ്. ഗസാലി ഇമാമ് കള്ളുചാപ്പ് ഉപയോഗിക്കാണ്ട് പാലുടിച്ചില്ല, ഇത് അങ്ങനത്തെ പാലാണ് പറഞ്ഞാൽ എന്താ പറയാ? വേറൊരുത്തൻ പെണ്ണിനിട്ട് വ്യഭിചരിക്കാണ് പരസ്യമായിട്ട്. മശായിഖന്മാരുടെ മുമ്പിൽ ആണും പെണ്ണും സമാണ്, ഓൾക്ക് ആണില്ല പെണ്ണില്ല എന്നല്ല നിങ്ങൾ പ്രസംഗിച്ചിട്ടുള്ളത്. എല്ലാ ഹറാമിന്റെയും വാതിലുകൾ ചവിട്ടി തുറന്നു കൊടുക്കും. ഈ ത്വരീഖത്തിന്റെ പേരില്, ഈ ദിക്റിന്റെ പേരില്, ഈ കപട ആത്മീയത്തിന്റെ പേരില്, ഈ മശായിഖന്മാരുടെ പേരില് എല്ലാത്തിനും, എല്ലാ അനിസ്ലാമിക പ്രവർത്തനങ്ങൾക്കും, എല്ലാ പൈശാചിക പ്രവർത്തനങ്ങൾക്കും ലൈസൻസ് കൊടുക്കലാണ് ഈ കേരള ഖുറാഫി പുരോഹിതന്മാരെ പണി. എന്നിട്ട് ഒരു ദീനിന്റെ ആൾക്കാര്, ഇതിനെ എതിർക്കുന്ന നമ്മള് പുത്തൻവാദികൾ. ഇതൊക്കെ ചെയ്യുന്നവര് മുറബിയായ മശായിഖന്മാർ, ജനങ്ങളെ തർബിയത്ത് ചെയ്യാൻ യോഗ്യതയുള്ള മശായിഖന്മാർ. എന്താ പോലെ ക്വാളിറ്റി? ഒരു നിസ്കരിക്കലില്ല, നോമ്പ് നോക്കലില്ല, ഒരു സലാം പറഞ്ഞാൽ മടക്കലില്ല, കള്ളു കുടിക്കലുണ്ട്, കഞ്ചാവ് വലിക്കലുണ്ട്, ചരസ് വലിച്ചു കയറ്റലുണ്ട്, ബ്രൗൺ ഷുഗർ മൂക്കുകൂടി വലിച്ചു കയറ്റലുണ്ട്, പെണ്ണുങ്ങളെ മടിയിലിരുത്തലുണ്ട്, പെണ്ണുങ്ങളെ പരസ്യം വ്യഭിചരിക്കലുണ്ട്. എല്ലാം ഒരു ചെയ്യും. കാരണം അവർ മുറബിയായ ഷെയ്ഖാകുന്നു, അവർക്കതൊക്കെ പറ്റും. ഇനി ഇത്തരത്തിലുള്ള മുറബിയായ ശൈഖന്മാരിൽ തന്നെ ഉണ്ടല്ലോ ഈനാമ്പേച്ചി മുറബി ഉണ്ടല്ലോ, അത് നമ്മൾ ആദ്യമായിട്ട് കേൾക്കണ വാക്ക് ഈനാമ്പേച്ചി മുറബി. അതൊന്ന് കേട്ടോക്കെ, എന്താണ് ഈനാമ്പേച്ചി മുറബി? ലൗഹുൽ മഹ്ഫൂദിൽ ഓരോ ആയത്തിന്റെ കൂടി അലിഫ് ലാം മീം എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് അറിയില്ല. കാഫ് ഹാ യാ ഐൻ സാദ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് അറിയില്ല. അതിന്റെയൊക്കെ മീനിങ് വ്യക്തമായി അല്ലാഹു തആല ലൗഹുൽ മഹ്ഫൂദിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ലൗഹുൽ മഹ്ഫൂദ് റീഡ് ചെയ്യാൻ കഴിവുള്ള ആളെ ശരിക്കും ഔലിയ എന്ന് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഒരാള് ഷെയ്ഖ് മുറബിയായ ഷെയ്ഖായിട്ട് വരണമെങ്കിൽ അലിഫ് ലാം മീം നൂൻ ഖാഫ് അലിഫ് ലാം റാ തുടങ്ങിയ ആയത്തുകളൊക്കെ അർത്ഥം അറിയണം എന്ന് പറയാൻ കാരണം എന്താ? അതിന്റെ അർത്ഥം ലൗഹുൽ മഹ്ഫൂദിലുണ്ട്. അപ്പൊ ലൗഹുൽ മഹ്ഫൂദിലേക്ക് നോക്കിയിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിവ് പ്രാപ്തിയില്ലാത്ത ആളെ മറ്റൊരാളെ നിയന്ത്രിക്കാനൊന്നും പറ്റൂല. തർബിയത്ത് ചെയ്യാന് വേറൊരാൾക്ക് മാർഗനിർദ്ദേശം കൊടുക്കാനും അദ്ദേഹത്തെ ഹിദായത്ത് കൊടുക്കാനും അദ്ദേഹത്തിന് വിലായത്തിന്റെ മർത്തബിക്ക് കയറ്റിക്കൊണ്ടുപോകാനൊന്നും കഴിയൂല. അതുകൊണ്ട് ആണ് മുറബിയ ഷെയ്ഖാണെങ്കിൽ അങ്ങനെ നിബന്ധനയൊക്കെ ഉണ്ട് എന്ന് പറയുന്നത്. മുറബിയ ഷെയ്ഖ എന്ന് പറഞ്ഞ് പലരും കുപ്പായിട്ട് കൊണ്ട് ഇറങ്ങലാണ്. കുറെ താടി വളർത്തി പച്ച കുപ്പായ ഇട്ട് ഞാനും മുറബിയ ഷെയ്ഖാണ്, ഞാനും ഔലിയാണ്, ഞാനും കുത്തുബുസ്സമാനാണ് എന്ന് പറഞ്ഞ് പലരും രംഗപ്രവേശനം നടത്താറുണ്ട്. അവരോട് ചോദിച്ചു നോക്കുക അലിഫ് ലാം മീം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ശുദ്ധ ഖുർആനിൽ വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയുന്ന ആയത്തുകളുടെ അർത്ഥം വരെ അവർക്ക് അറിയില്ലായിരിക്കും. അങ്ങനത്തെ പോലെയാണ് ഞാനും വലിയാണ്, ഞാനും ഔലിയാണ് എന്ന് പറഞ്ഞ് വരുന്നത്. അപ്പൊ ഔലിയ എന്ന് പറയാൻ കുറച്ച് പണിയുണ്ട്. ലൗഹുൽ മഹ്ഫൂദിലേക്ക് നോക്കിയിട്ടാണ് ഒരു മുറബിയ ഷെയ്ഖ് മുരീദിനെ സ്വീകരിക്കേണ്ടത്. ലൗഹുൽ മഹ്ഫൂദിൽ അതിന്റെ അപ്പുറത്തേക്ക് നോക്കണം. ആലിമുൽ അർവാഹിൽ നമ്മൾ നിന്നപ്പോ അവിടുന്ന് ആരൊക്കെയാണ് പരസ്പരം ഫ്രണ്ട് ആയത്? ആ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ലൗഹുൽ മഹ്ഫൂദിൽ തീരുമാനമായിട്ടുണ്ട്. ഒരു ഷെയ്ഖും ആ ഷെയ്ഖിന്റെ മുരീദന്മാരൊക്കെ ഒരു ഭാഗത്ത്, ഒരു ഷെയ്ഖ് മുന്നിൽ, ആ ഷെയ്ഖിന്റെ മുരീദന്മാരായിട്ട് വരുന്ന ആളുകളൊക്കെ ആ ഷെയ്ഖിന്റെ നേരെ പിന്നിൽ ഇങ്ങനെ നിന്നിട്ട് അങ്ങനെ ഷെയ്ഖും മുരീദും ഉടനെ തീരുമാനമായിട്ടുണ്ട്. അതിന്റെ ഒരു ചിത്രം ഇവിടുന്ന് മുറബി ആ ഷെയ്ഖിന് കിട്ടണം. ശരിക്കും മുറബി ആണെങ്കിൽ, ഈനാബേച്ച് മുറബി ആണെങ്കിൽ ആ ഈനാബേച്ച് മുറബിക്ക് ലൗഹുൽ മഹ്ഫൂദൊക്കെ അറിയുള്ളൂ, അതിന്റെ അപ്പുറത്തേക്ക് നോക്കാൻ കഴിയണം ശരിക്കും മുറബി ആണെങ്കിൽ. ഈനാബേച്ച് മുറബി ആകുമ്പോ പിന്നെ ലൗഹുൽ മഹ്ഫൂദൊക്കെ നോക്കിയിട്ട് കാര്യങ്ങൾ അവിടെയുള്ളതൊക്കെ പറയാൻ കഴിഞ്ഞാൽ ഒരു ഈനാബേച്ച് മുറബിയായി. പക്ഷെ ഈ മുറബിക്ക് എന്തിനു കഴിയൂല? പൂർണ്ണമായി ആ മുരീദിനെ ലക്ഷ്യങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയൂല. ഇതൊക്കെ എന്ത് വലിച്ചു കയറ്റിട്ടാ യുമാരി പ്രസംഗിക്കണം എനിക്ക് പിടുത്തം കിട്ടാത്തത്? മുറബിയായ ഷെയ്ഖേ ഈനാമ്പേച്ചി മുറബി ഏത്? ലൗഹുൽ മഹ്ഫൂദ്, അള്ളാന്റെ തീരുമാനങ്ങൾ എഴുതി രേഖപ്പെടുത്തി വെച്ച സ്ഥലമാണോ ലൗഹുൽ മഹ്ഫൂദ്. അങ്ങോട്ട് നോക്കാൻ കഴിവുള്ള ആൾക്കാരൊക്കെ ഈനാമ്പേച്ചി മുറബി, അതിന്റെ അപ്പുറത്തേക്ക് നോക്കാൻ കഴിവുള്ള ആൾക്കാരാണ് യഥാർത്ഥ മുറബിയായ ഷെയ്ഖ്. ഒരു പരിശുദ്ധ ഖുർആനിൽ അലിഫ് ലാം മീം നൂൻ, അലിഫ് ലാം മീം സ്വാദ് ഇത്തരം പദങ്ങളുടെ അർത്ഥങ്ങളൊക്കെ അറിയാൻ കഴിവുള്ള ആൾക്കാരാണ് യഥാർത്ഥ മുറബി. മറ്റേത് ലൗഹുൽ മഹ്ഫൂദൊക്കെ നോക്കാൻ പറ്റിയത് ഈനാബേച്ചി മുറബിയാണ്.
മനസ്സിലായോ? അപ്പൊ ഇനിയിപ്പോ ഞാൻ അടുത്ത് പരിചയപ്പെടുത്താൻ പോകുന്ന ഈ മുറബി ഉണ്ടല്ലോ, ഏത് നമ്മളെ യഹിയൽ ബുഖാരി, അയാൾ മുറബിയായ ഷെയ്ഖാന്നുള്ള പറഞ്ഞത്. അയാളെ പിന്നെ ഏത് കാറ്റഗറിയിലാണ് കൂട്ടുക? അയാൾക്ക് അലിഫ്ലാമിയും പോയിട്ട് ഫാത്തിഹ സൂറത്തിന്റെ അർത്ഥം പോലും മര്യാദക്ക് അറിയില്ല. ഒന്ന് കേട്ടു വെക്കാണേ. തീരണമെങ്കിൽ എന്താവണം? ഇയ്യാക്ക നഅ്ബുദു അവിടെയാണ് തുടങ്ങുന്നത്. ഇയ്യാക്ക നഅ്ബുദു, നിന്നോട് ഞങ്ങൾ കാവൽ വിവാദത്ത്. ഇയ്യാക്ക നഅ്ബുദു, നഅ്ബുദു അഅബുദു എന്നുള്ളത് തഅബുദുവിന്റെ അല്ലേ ഇത്. സുഹൃത്തുക്കളെ കേട്ടില്ലേ? ഇയ്യാക്കൻ അഅ്ബുദു വയ്യാക്കൻ നസ്തഈൻ. 1ാം ക്ലാസ് പഠിക്കണ കുട്ടിക്കറിയില്ല അതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം പോലും കൃത്യമായിട്ട് അറിയാതെ അടുത്ത ക്ലാസ് ചോദിക്കണം. അതല്ലേ അച്ചങ്ങായിനെ പറ്റിയാണ് മുറബിയായ ഷെയ്ഖ് എന്ന് വേറൊരുത്തം പറയണത്.